ടെസ്റ്റിൽ ജയിച്ച് ഇംഗ്ലണ്ടിനെതിരായ പരമ്പര 2-2 സമനിലയിലായപ്പോൾ ശ്വാസം വീണത് ഇന്ത്യൻ പരിശീലകൻ ഗൗതം ഗംഭീറിന്. ടെസ്റ്റ് ഫോർമാറ്റിൽ ഗംഭീറിൻ്റെ പരിശീലന സ്ഥാനം തുലാസിൽ നിൽക്കുന്ന സമയത്താണ് ഓവൽ ടെസ്റ്റിലെ വിജയം. ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ 2-1 ഇന്ത്യ പിന്നിട്ട് നിന്നപ്പോൾ മുതൽ ആരാധകർ ഗംഭീറിനെതിരെ തിരിയാൻ തുടങ്ങിയതാണ്. ഗംഭീർ പരിശീലക സ്ഥാനം ഏറ്റെടുത്ത ശേഷം ടെസ്റ്റിൽ ഇന്ത്യയുടെ പ്രകടനം താഴേക്കാണെന്നാണ് ആരാധകർ പറയുന്നത്. ഓവലിൽ തോറ്റ് പരമ്പര 3-1 അടിയറവ് പറഞ്ഞിരുന്നെങ്കിൽ BCCIയും ഗംഭീറിൻ്റെ പരിശീലക സ്ഥാനത്തിൽ പുനർവിചിന്തനം നടത്തുമായിരുന്നു. ഗംഭീർ പരിശീലകനായ ശേഷം ആദ്യം നടന്ന ടെസ്റ്റ് പരമ്പര നാട്ടിൽ ബംഗ്ലാദേശിനെതിരെയാണ്. താരതമ്യേന ദുർബലരായ ബംഗ്ലാദേശിനെ അന്ന് ഇന്ത്യ 2-0 തോൽപ്പിച്ചു. എന്നാൽ അതിനുശേഷം ഒരു ടെസ്റ്റ് പരമ്പര പോലും ഗംഭീറിൻ്റെ പരിശീലന കാലയളവിൽ ഇന്ത്യ ജയിച്ചിട്ടില്ല. കഴിഞ്ഞ വർഷം നടന്ന ന്യൂസിലൻഡിനെതിരായ ടെസ്റ്റ് പരമ്പരയിലാണ് ഗംഭീറിന് ആദ്യ തിരിച്ചടി നേരിടേണ്ടി വന്നത്. 3 മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയിൽ 3ലും ജയം ന്യൂസിലൻഡിന്. ബംഗളൂരുവിൽ നടന്ന 1-ാം ടെസ്റ്റിൻ്റെ 1-ാം ഇന്നിംഗ്സിൽ ഇന്ത്യ 46 റൺസിന് ഓൾ ഔട്ടായത് നാണക്കേട് ഇരട്ടിയാക്കി. 12 വർഷത്തിന് ശേഷമാണ് ഇന്ത്യ നാട്ടിൽ ഒരു ടെസ്റ്റ് പരമ്പര തോൽക്കുന്നത്. അന്ന് മുതലേ ഗംഭീറിൻ്റെ പരിശീലന തന്ത്രങ്ങൾക്കെതിരെ ആരാധകർ രംഗത്തുണ്ട്. ഇതിനുശേഷമാണ് ഇന്ത്യയുടെ ഓസ്ട്രേലിയൻ പര്യടനം. 5 മത്സരങ്ങളുടെ പരമ്പര ഇന്ത്യ 3-1 തോറ്റു. ഇപ്പോൾ ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയിൽ 2-2 സമനിലയും. സമീപകാലത്തെ ടെസ്റ്റ് പരമ്പര തോൽവികൾ പരിഗണിക്കുമ്പോൾ ഇംഗ്ലണ്ടിനെതിരായ 2-2 സമനില ഒരു പരമ്പര ജയത്തോളം ഗംഭീറിന് വിലപ്പെട്ടതാണ്.